ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. രാവിലെ ഇവിടെ 5 മണിക്ക് ചായ വരും കേട്ടോ. 5 മണിക്കത്തെ ചായ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ ചായ വരത്തില്ല, തലവേദനയെ വരത്തുള്ളൂ. വന്ന ചായ കളയണ്ടെന്ന് കരുതി ഞാനൊരു ചായ മേടിച്ച് കുടിച്ചു. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയപ്പോഴേക്ക് മമ്മിയും ഡാഡി എത്തി. 8 മണിക്കാണ് സർജറി പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർ 7 മണിക്ക് ഇവിടെ എത്തിയായിരുന്നു. പിന്നെ സർജറിയുടേതായ പ്രൊസീഡിങ്സ് ഒക്കെ തുടങ്ങി. അതിനിടയിൽ മമ്മി എനിക്ക് 2 ബ്രെഡ് ജാം തേച്ച് തന്നു. മമ്മി കൊണ്ടുവന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് മമ്മിക്കും ഡാഡിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തു. അതിനിടയിൽ തന്നെ ചേച്ചിക്കുള്ള സർജിക്കൽ ഗൗണും പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസും ഒക്കെ വന്നു. ഞങ്ങൾ അതൊക്കെ ഫോളോ ചെയ്ത് ചേച്ചിയെ റെഡിയാക്കി. ഇനി ഞാനിവിടുന്ന് ചേച്ചിയായിട്ട് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക്. ചേച്ചീനെ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞപ്പോഴേക്ക് ഞാനവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഡാഡിയും മമ്മിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവരതൊക്കെ കഴിച്ച് റൂമൊക്കെ പൂട്ടി ഇങ്ങെത്തിയപ്പോഴേക്ക് ഞാൻ നേരെ താഴത്തേക്ക് പോയി. ആലനും കുക്കുവും വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കാനായിട്ട്. അപ്പച്ചിയെ കാണാനായിട്ട് വന്നതാണ്, പക്ഷേ സമയം താമസിച്ചു പോയതുകൊണ്ട് കൊച്ചിനെ കാണാൻ പറ്റിയില്ല. മമ്മി ഡെല്ലയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ എടുത്തു വെച്ചിരുന്നു. ഡെല്ല നല്ല ഉറക്കമായിരുന്നു. ഡാരലിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് സ്കൂളിൽ വിട്ടിട്ടാണ് അവരിങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഞാൻ ആലനോട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം, അമ്മയ്ക്കും വേണമെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോകാം, അപ്പം അത്രയും പണി എനിക്ക് കുറഞ്ഞിരിക്കുമല്ലോ, ചെന്നിട്ട് ലഞ്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഓരോ ചായയും കൂടെ കുടിച്ചു. രണ്ടാമതൊരു ചായ കിട്ടിയതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ദേവു എന്ന് പറഞ്ഞ് ഞാൻ പറയത്തില്ല, എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്ന ആൾ. ഞങ്ങളിപ്പോൾ ഒടുക്കത്തെ ചാറ്റിംഗ് ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ചായ ഒന്നും മിസ്സാക്കി തലവേദന വരുത്തരുത്, മൈഗ്രെയിൻ വരുത്തല്ലേ ചേച്ചി, സമയത്ത് ചായ കുടിക്കണേന്ന്. അങ്ങനെ രണ്ടാമതും ചായ കുടിച്ചപ്പോൾ ഞാൻ ദേവുവിനെ ഓർത്തു. പിന്നെ ഇവിടുത്തെ പോണ്ടല്ല കേട്ടോ, തോട്, അവനതിനങ്ങനെയാണ് പറയുന്നത്. മീനൊന്നും കണ്ടില്ല. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക്. ഇനി പോകുന്ന വഴിക്ക് ഡെല്ലേനെ പിക്ക് ചെയ്യണം. ഡെല്ല ഒറ്റയ്ക്കേ ഉള്ളൂ പുളിച്ചിറയിൽ. ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ചാക്കോ ഉണ്ട്. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ഫോൺ ചെയ്തിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. നല്ല ഉറക്കമായിരിക്കും. മമ്മി വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു, 2 പേരും കൂടെ ഹോളിൽ നൈറ്റ് TV ഇട്ടിട്ട് ഏതോ ഫിലിമൊക്കെ കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. ചേച്ചി ഇല്ലല്ലോ, അത്രയും ഫ്രീഡം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വെളുപ്പിനെ വരെ എന്തെങ്കിലുമൊക്കെ മൂവി കണ്ടുകൊണ്ട് കിടന്ന് കാണും. പിന്നെ ഞങ്ങൾ വന്ന് ഗേറ്റിൽ തട്ടിയിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. അങ്ങനെ ഒരു വിധത്തിൽ വിളിച്ച് എണീപ്പിച്ചു. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നടുക്ക് പെബിൾസും ഇങ്ങനെ കുറച്ച് റോക്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ട പാടെ കുക്കു അതിൻ്റെ പുറത്തൂടെ ഓടാൻ തുടങ്ങി. കുക്കു മാത്രമല്ല, ചോക്കോയും ഇപ്പോൾ ആ സ്റ്റോണിൻ്റെ പുറത്തൂടെ വീട്ടിലോട്ട് വരെയും പോവുകയും ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിനിടയിൽ ഡാരലിന് വൈകുന്നേരം വന്നിട്ട് കുടിക്കാനുള്ള പാലൊക്കെ സെറ്റാക്കി. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. വീടും പൂട്ടി ഇറങ്ങുന്നതിന് മുമ്പ് വെളിയിലൊരു നോട്ടും എഴുതി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ അവൻ മണ്ടറടിച്ച് പോകും, ഡെല്ല എവിടെയെന്ന് ആലോചിച്ചിട്ട്. ഡെല്ലേനെ ഇരവിപുരത്തോട്ട് കൊണ്ടുപോകുന്ന കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ആൾ സ്കൂളിലും അല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇരവിപുരത്തോട്ട് പോയി. പോകുന്ന വഴിക്ക് മയ്യനാട് മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിക്കാമെന്ന് കരുതി. വീട്ടിൽ നോൺ വെജ് ഒന്നുമില്ല. ഇന്നലെയും തക്കാളിക്കറിയും മുട്ടയൊക്കെ ആയിരുന്നില്ലേ. അങ്ങനെ ഒരുപാട് തിരക്കിയൊക്കെ നടന്ന് ചൂസ് ചെയ്ത് ഞാൻ കുറച്ച് മത്തിയും പിന്നെ 2-3 അയിലയും വാങ്ങിച്ചു. അയില 100 രൂപയ്ക്ക്, മത്തി 100 രൂപയ്ക്ക്. വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ ഞാൻ വരാത്തതിൻ്റെ പിണക്കത്തിലാട്ടോ. എൻ്റെ അടുത്ത് വരുന്നില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും എന്നെ നോക്കുന്ന കൂടിയില്ല. ഇന്നലെ കണ്ടില്ലല്ലോ. പിന്നെ ഇന്നിവിടെ മരിയമോളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, അനുചേച്ചിയുടെ മോള്. ഞാൻ പറയാറുള്ള ലില്ലിയമ്മച്ചിയുടെ അനിയത്തി ചെല്ലമ്മാൻ്റിയുടെ മകളാണ് അനുചേച്ചി. അനുചേച്ചിയുടെ മോളാണ് മരിയ. ഫുൾ നെയിം സാൻഡ മരിയ എന്നാണ് കേട്ടോ. ഈ സാൻഡോ എന്ന് പറയുന്നത് ലില്ലിയമ്മച്ചിയുടെ പപ്പയുടെയും അമ്മയുടെയും, അവരെ ഈ ആച്ചിയമ്മ ആച്ചിപ്പപ്പ എന്നൊക്കെ വിളിക്കുന്ന ടീംസിനെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. അതുപോലെ സാൻഡോ പാപ്പൻ സാൻഡോ അമ്മാമ്മ എന്നായിരുന്നു അവരെ വിളിക്കുന്നത്. എനിക്കിപ്പോഴും അറിയത്തില്ല ലില്ലിയമ്മച്ചിയുടെ അമ്മയുടെയൊക്കെ ഒറിജിനൽ പേര്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൻ്റെ പേര് തന്നെ സാൻഡോസ് എന്നാണ് കേട്ടോ. അതിൽ നിന്നുള്ള സാൻഡ എടുത്തിട്ടാണ് സാൻഡ മരിയ ആക്കിയത്. പിന്നെ അതൊരു ഫേമസ് നെയിമും കൂടിയാണല്ലോ. പേരിൻ്റെ മീനിങ് ബ്ലെസ്ഡ് വെർജിൻ മേരി എന്നാണ്. ഇനി നമുക്ക് പൊരിക്കാനുള്ള അയില അരപ്പ് പുരട്ടി വയ്ക്കാം. ഇപ്പോഴേ അരപ്പ് പുരട്ടി വെച്ചാലേ ആ സമയത്തേക്ക് സെറ്റ് ആവത്തുള്ളൂ. കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ വറുക്കുകയും ചെയ്യാം. എപ്പോഴത്തെയും പോലെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ക്രഷ്ഡ് പെപ്പർ, പിന്നെ ലേശം വിനാഗിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പീസായില്ല, 1-2 പീസായില്ല ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മൺഡേ അമ്മയ്ക്ക് കുറച്ച് എളുപ്പമാകാനായിട്ട് കാര്യങ്ങൾ. മൺഡേ മിക്കവാറും ഞാൻ വീട്ടിലേക്ക് വരില്ല, ഡിസ്ചാർജാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചേച്ചിയുടെ കൂടെ ആയിരിക്കും വരുന്നത്. അങ്ങനെ പൊരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കിനി മത്തി കറിയാക്കാം. ഇത് കറക്റ്റ് മത്തിയല്ല കേട്ടോ, ചാളയുടെ മത്തിയുടെ ഒക്കെ അകന്നൊരു ബന്ധുവാണ്. കീരിമീൻ ചാള എന്നെങ്ങാണ്ട് അമ്മ ഇതിന് പേര് പറഞ്ഞത്. മത്തി പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത്തിരി കൂടെ മുള്ളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മത്തിയിൽ കാണുന്ന പോലെ ചെതുമ്പൽ അധികം ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തലയും അകത്തുള്ളത് സംഭവങ്ങളൊക്കെ കളഞ്ഞ് എല്ലാം സിസേഴ്സ് വെച്ച് തന്നെ ചെയ്തിട്ട് ഇതൊന്ന് ഉപ്പിട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉപ്പിട്ട് ചട്ടിയിൽ വെച്ച് ഇങ്ങനെ തേക്കുമ്പോഴത്തേക്ക് ചെതുമ്പലൊക്കെ പോയിക്കോളും. ചെതുമ്പലില്ല, പക്ഷേ ഇതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് പോലെയുണ്ട്, ഒരു വൈറ്റ് സാധനമുണ്ട്. അത് നമ്മളിങ്ങനെ തേക്കുമ്പോൾ അങ്ങ് പോകും. അതിപ്പോൾ ആ ചട്ടിയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിങ്ങനെ അതൊക്കെ തേച്ചിട്ട് ഇതും കഴുകി ഒരു 2-3 എണ്ണം ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടുതലുണ്ട്. പിന്നെ ഇന്ന് ലഞ്ചിനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെ കുറച്ച് മീൻകറി ഇരുന്നാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് വേണമെങ്കിൽ അമ്മയ്ക്ക് ചൂടാക്കിയൊക്കെ എടുക്കാം, നാളെയോ മറ്റന്നാളോ ഒക്കെ. നാളെ ഞാൻ വരും, നാളെ സൺഡേ അല്ലേ.
അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന ദിവസം സൺഡേ ആയിരിക്കും. സൺഡേ ഞാൻ വരും, മൺഡേ വരില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലിരുന്നാലേ എനിക്ക് അത്രയ്ക്കൊരു സമാധാനം. നിലു കിടന്ന് ബഹളം ഉണ്ടാക്കി അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അമ്മയ്ക്ക് അങ്ങ് കഴിക്കാമല്ലോ. മീനിൻ്റെ ഒരു പാതിയിൽ കൂടുതലെടുത്ത് ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രീസറിലേക്കാക്കി. ഫ്രീസറിൽ വയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ മീൻ ഒത്തിരി ഡ്രൈ ആയി പോകും. ഈർപ്പമൊക്കെ ഫ്രിഡ്ജ് അങ്ങ് വലിച്ചെടുക്കും. എനിക്ക് നല്ലൊരു വെജിറ്റബിൾ കട്ടറിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവളിത് അരിയുന്നത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മറ്റേ സവാള ഗിരിഗിരിയാണ് ഓർമ്മ വന്നത്. പക്ഷേ സവാളയല്ല, ചെറിയുള്ളിയാണ് മാഡം അരിയുന്നത്. കുക്കിങ്ങിലൊന്നും അധികം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനായതുകൊണ്ടാണ്, ഞാൻ ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെ പോയി നിൽക്കത്തില്ല. അതുകൊണ്ട് വന്ന് ചെയ്യുന്നതാണ്. എല്ലാം നന്നായിട്ട് അരിഞ്ഞൊക്കെ തരും കേട്ടോ. നല്ല ഭംഗിക്ക് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. അതെൻ്റെ കൈ ഒന്ന് പൊള്ളിയതാണ് കുക്കറിൽ തട്ടിയിട്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു തട്ടലും ചെറിയൊരു പൊള്ളലും. പിന്നെ തറയിൽ പോയതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി ഇത് കുക്കുംബറും ഒരു തക്കാളിയും 2 പച്ചമുളകും ലേശം ഇഞ്ചിയും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചതാണ്. മോരുകറിയും ആവും, വെജിറ്റബിളും ആവും. ഞാൻ വെക്കാൻ പോകുന്ന കറിയുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇതാണ് മത്തി മുളകിട്ടത്. നമ്മളിന്ന് മത്തി മുളകിട്ടതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ റെസിപ്പി ശ്രദ്ധിച്ച് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും ഇട്ട് റെസിപ്പി പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെ കുറച്ച് മാഷ്മെല്ലോ ആയിട്ട് 2-3 ടീംസ് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ ഭയങ്കര മേളമാണ് ഡെല്ല എത്തിയതിൻ്റെ. അങ്ങനെ എൻ്റെ ഒരു ലോഡ് ടൂത്ത് പിക്കും തീർന്നു, മാഷ്മെല്ലോയും തീർന്നു. കക്ഷികൾ പോയിട്ടുണ്ട്. ഇനി കടുകും ഉലുവയിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ മറ്റേ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്. കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മുരിഞ്ഞ് ആ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ ചോറ് വാർത്തിട്ട്, ചോറായിരുന്നു ഇത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ചെറിയ കൂട്ടപാത്രത്തിൽ ചോറ് വാർത്തിട്ട് അത് കവിഞ്ഞു പോകും, അതിൻ്റെ അകത്ത് ഇത് തികയത്തില്ല. അതുകൊണ്ട് ഇത് ആൾ കൂടുമ്പോൾ എടുക്കാനുള്ള എൻ്റെ വലിയ കൂട്ടപാത്രമാണ്. അതിൻ്റെ അകത്തേക്ക് ചോറ് വാർത്തിട്ടു. കുക്കറൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചെറിയുള്ളി വഴന്നു വന്നു. അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയതും പിന്നെ ഒരു മുഴുവൻ തക്കാളി, നല്ല പഴുത്തൊരു തക്കാളിയും ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കൊച്ചുള്ളി വഴറ്റാനായിട്ട് ഇത്തിരി ഉപ്പിട്ടിരുന്നു. തക്കാളി ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഈ കറിക്ക് ആവശ്യമായിട്ട് വേണ്ട അത്രയും ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ടു കേട്ടോ, എല്ലാം കൂടെ പെട്ടെന്നൊന്ന് വേകാനായിട്ട്. ഇനി കുറച്ച് വെള്ളത്തിൽ ഇത് പിഴിപുളിയാണ്, നമ്മൾ പിഴിയുന്ന പുളി, പിന്നെ കുടംപുളിയും കൂടി ഇട്ടു. ഇനി കുടംപുളീനെ ശല്യപ്പെടുത്താതെ തന്നെ നമുക്ക് ആ പിഴിയുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അത് സെറ്റാക്കി മാറ്റി വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി കുറച്ച് അധികം എടുക്കാം. ഈ കറിക്ക് കാശ്മീരി മുളക് പൊടി വേണം കേട്ടോ. അത് കറി നല്ല കുറുകിയിരിക്കണം, അധികം എരിവും വരാൻ പാടില്ല. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യത്തില്ല. ഇനി ഈ പൊടികളിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയുടെ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഉടച്ച് ഇതൊന്നൊരു കുഴമ്പ് പരുവത്തിൽ കലക്കി വയ്ക്കാം. ഇത് സ്പൂൺ വെച്ചും ചെയ്യാം, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എനിക്ക് കൈ വെച്ച് നന്നായിട്ട് ഉടയ്ക്കണം. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നമ്മുടെ വഴന്ന് വന്ന ആ ഒരു ഐറ്റംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു തിക്ക് ഗ്രേവി പരുവത്തിൽ, കുഴമ്പ് പരുവം തന്നെ അങ്ങനെ ആക്കിയിട്ട് ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അങ്ങനെ വേവിക്കുമ്പോൾ ഈ കറി നന്നായിട്ട് കുറുകിയ ചാറ് നമുക്ക് കിട്ടും. ഇപ്പോഴേ ഉള്ള വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അത്രയും തിക്കാവത്തില്ല. അപ്പോൾ അതൊന്ന് തിക്കാവാനായിട്ട് കുറച്ച് സമയം ഇതിങ്ങനെ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് തിളയ്ക്കുന്നതിൻ്റെ കൂടെ വെന്ത് വരേണ്ട ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, കുടംപുളി. അത് ഞാൻ മറന്നുപോയി, അതും കൂടി ഇടണം. ഇനി നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ആ ഒരു അരപ്പ് ഇത്തിരി തിക്കായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി സമയം എടുക്കും ഒന്ന് തിള വരാനായിട്ട്. തീ സിമ്മിൽ വെച്ചിട്ട് വേണം അത് വേവിക്കാൻ. ഒത്തിരി തീയിലത് തിളപ്പിച്ചാൽ താഴത്തെ പൊടി കരിഞ്ഞു പിടിക്കും ചട്ടിയിൽ. ആ ഒരു ടൈമിൽ നമുക്ക് മീൻ വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് അയിലയുടെ പീസസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓടിയോടെ ഇടയ്ക്ക് കേൾക്കുന്ന തട്ടും മുട്ടുമൊക്കെ പൂച്ചയുടെ കരച്ചിൽ ഉൾപ്പെടെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. ഞാനിത് ഹോസ്പിറ്റൽ റൂമിൻ്റെ അകത്തിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മോരിലേക്കുള്ള അരപ്പെടുക്കാം. തേങ്ങ, തൈര്, ചെറിയുള്ളി, പച്ചമുളക്, ലേശം ഇഞ്ചി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി. അരപ്പ് നന്നായി അരഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് മോരിലേക്ക് ഒഴിക്കാം. ലേശം വെള്ളം കൂടെ ജാറ് കഴുകി ഒഴിക്കാം. ആ കേട്ട താത്തോത്തി തത്ത കൊത്തി എന്നാണ് കേട്ടോ. കൂട്ടിനകത്തോട്ട് വിരലിട്ടിട്ട് തത്തേനെ ഇട്ട് ഞോണ്ടിയിട്ട് അതൊരു കൊത്തു കൊടുത്തു. മുറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു തട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ ആ കുറുക്ക് പരുവത്തിലുള്ള അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിക്കാം. എന്ന് വെച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അതിന് പറ്റുന്ന രീതി. നമുക്ക് ഗ്രേവി ഏത് പരുവത്തിൽ വേണോ ആ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിലാക്കി അത് തിളപ്പിച്ചെടുക്കാം.
മീനിടണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയത്ത് ഒരു ചെറിയ കടായി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മോര് താളിച്ചിടാം. കടുക്, ഉലുവ ഇടാൻ എന്നോടൊരു ചേച്ചി ഇതിൽ പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു അമ്മ ഇടും, ഞാൻ അധികം ശീലിക്കാത്തതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്നതെന്ന്. ഇന്ന് എന്തായാലും ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളിയും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ലേശം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് അതവിടെ ഒന്ന് താളിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്തിരി ചൂടാവണമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി തിളച്ചു. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ മത്തി മുളകിട്ടത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നു. നല്ല റെസിപ്പിയാണ് കേട്ടോ, ഒരു വെറൈറ്റിയാണ്. മല്ലിപ്പൊടിയൊക്കെ ചേർക്കാതെ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണേ. മത്തി മുളകിട്ടതല്ല, കിരിമീൻ ചാള മുളകിട്ടത്. മീൻ ഐറ്റം മാറിപ്പോയല്ലോ നമുക്ക്, പക്ഷേ കുഴപ്പമില്ല, അതേ രുചിയൊക്കെ തന്നെ വരും കേട്ടോ. അതൊന്ന് അടച്ചു വെച്ച് തീ സിമ്മിലാക്കി മീനൊന്ന് വേവണം. അധിക നേരം വേണ്ട, ചാള പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇതൊരു കുഞ്ഞു മീനായതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ കരണ്ടി ഇട്ടാൽ ഇത് പൊടിഞ്ഞു പോകും. കരണ്ടി ഇടാതെ ചട്ടി ജസ്റ്റ് ഒന്ന് അനക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഓൾറെഡി നല്ല ടയേർഡായി കേട്ടോ. ഇനി അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് വെജിറ്റബിൾ ഉണ്ടാക്കാതിരുന്നത്. ഹോസ്പിറ്റലിലും ഇന്ന് നിൽപ്പും നടപ്പും ഓട്ടോ ഒക്കെ തന്നെയായിരുന്നു. ഇന്നലെ രാത്രി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബിപിയും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും ഓരോ പുതിയ ആൾക്കാർ വന്ന് ഇതെല്ലാം നോക്കണം. അപ്പോൾ നമ്മളെ വീണ്ടും വിളിച്ചുണർത്തും. ഞാനും ഉറങ്ങിയിട്ടില്ല, ചേച്ചിയും ഉറങ്ങിയിട്ടില്ല. ഇന്നെന്തായാലും ചേച്ചിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റും. ജനറൽ അനസ്തേഷ്യയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം സുഖമായിട്ട് കിടന്നുറങ്ങാം. ഞാനിന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നു, നടക്കുമോ എന്നറിയത്തില്ല. അങ്ങനെ ഇന്നത്തെ വിഭവസമൃദ്ധമായ ഊണ് റെഡിയായിരിക്കുന്നു. പെട്ടെന്നൊരു ലഞ്ചൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ വഴി വരാം കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസൊക്കെയാണ് ഇതിലിടുന്നത്. കാരണം എൻ്റെ പണികളൊക്കെ എനിക്ക് പെട്ടെന്ന് തീരണം. ഇത് തന്നെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു 11:30-11:45 കറക്റ്റ് 1:45 പിള്ളേർ കഴിക്കാനായിട്ട് ഇരുന്നു. അതിന് മുമ്പേ എല്ലാം സെറ്റായി. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. നിലുവിന് ചോറ് കൊടുക്കാനായിട്ട് അമ്മ വെളിയിലേക്ക് പോയിട്ടുണ്ട്. പിള്ളേർക്കെല്ലാം ചോറിട്ട് കൊടുത്തിട്ട് ഞാനും മരിയുമോളും സ്വസ്ഥമായിട്ടിരുന്ന് ചോറുണ്ടു. ഉറങ്ങാനുള്ള പരിപാടി നടന്നില്ല. ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് കത്തി വെച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വൈകുന്നേരമായി കേട്ടോ, ഏകദേശം 4 മണിയായി. ഇനി ഇവിടെയൊക്കെ ഒതുക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചായയും കുളിച്ചിട്ട് എനിക്ക് ഡൽഹിയായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ പോകണം. നിലുവിന് ചെറിയൊരു പനിയുണ്ട്, ചെറിയ ടെമ്പറേച്ചറേ ഉള്ളൂ. അതിൻ്റെ നിർബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മേനെ ഇട്ട് കോലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും രാത്രി. അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടായിരുന്നതൊക്കെ കുഞ്ഞു പാത്രങ്ങളിലാക്കി. അപ്പോൾ അതാകുമ്പോൾ ആ 3 പാത്രം കഴുകിയാൽ മതിയല്ലോ. ഇത്തിരി കറിയും ഇത്തിരി മോരും ഒക്കെ വെളിയിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലാക്കി. ബാക്കി ഇരുന്ന ചോറും ഇവിടെ എടുത്ത് വെച്ചു. അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് മരിയമോൾ ചായക്ക് വെള്ളം വെച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പാത്രമൊക്കെ കഴുകി. ഞാൻ കഴുകും, അവൾ കൊണ്ട് വെക്കും. എൻ്റെ അമ്മയുടെ ഒരു അനിയത്തിയുടെ മോള് സോണിമോളെ ഞാൻ മറ്റൊരു ആ മരണത്തിൻ്റെ ചടങ്ങിന് പോയ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. സോണിമോളും മരിയമോളും ഒക്കെ ഇവിടെ വന്നാൽ ആലൻ കളിയാക്കി പറയുന്നതാണ് കേട്ടോ, എൻ്റെ ഗദ്ദാമ്മയാണ്. അവൾ ഗദ്ദാമ്മയായിട്ട് 2 പേരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ ഗദ്ദാമ്മയായിട്ട് മരിയനെ നിർത്തിയിട്ടുണ്ടെന്ന്. ഇനി കളിയാക്കി അങ്ങനെ തന്നെ വിളിക്കും കേട്ടോ. ഗദ്ദാമ്മ നീ ചായ ഇട്ടോ, ചായ കുടിച്ചോ എന്നൊക്കെ. ഞാൻ പണിയെടുപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ പണിയെടുപ്പിക്കാറൊന്നുമില്ല. ഇച്ചിരി എൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ, അത് ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ, അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനും ഡെല്ലോസും ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞാൽ നടയടി പോലെ താഴത്തെ കാഫറ്റീരിയയിൽ ഒന്ന് പോകണം, ഒരു കോഫി കുടിക്കണം. പിന്നെ ഞാൻ രാത്രി കഴിക്കാനായിട്ട് മാൽക്കിസ്റ്റ് വാങ്ങിച്ചു, ഡെല്ലയ്ക്ക് ഒരു ബ്രൗണി വാങ്ങിച്ചു കൊടുത്തു. മമ്മീൻ്റെ ഡാഡിയും ഡെല്ലയും വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ. ചേച്ചി അവിടെ പോസ്റ്റ് സ്റ്റോപ്പിലാണ്, ഞാനിവിടെ ഈ റൂമിൽ പോസ്റ്റാണ് ഒറ്റയ്ക്ക്. അപ്പോൾ ഇവിടെ ബ്രെഡും ജാമും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ചു. അല്ലെങ്കിൽ തന്നെ എൻ്റെ ചാനലിൽ എൻ്റെ 1 മാൻ ഷോ ആണ്. അപ്പോൾ ഇനി ഇരുന്നാലും നിങ്ങൾ എന്നെ തന്നെ ഇനിയും കണ്ടുകൊണ്ടിരിക്കണം, ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമല്ലോ. നമുക്കിനി നാളെ കാണാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് അവസാനിപ്പിച്ചപ്പോഴേക്ക് എന്നെ ഒറ്റയ്ക്കാക്കാതിരിക്കാനായിട്ട് ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം. ഇപ്പോൾ ശരിക്കും ബൈ.